ടാ! എനിക്ക് മേക്കപ്പിനെ പറ്റിയിട്ട് ABCD അറിയില്ല. ഈ ഒരു സ്കിൻ ടോണിനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കുന്ന ഒരു ഡാഡി കണ്ണു പരതുന്നത് ദിസ് ഈസ് ഫോർ യു. ഇതൊക്കെ വെച്ചൊരു മേക്കപ്പ് ലുക്ക് ഞാൻ ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് കീർത്തന രവീന്ദ്രൻ. തംബ്നെയിലിൽ കണ്ട പോലെ ഒരു നൈക്ക ഹോളാണ്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം റീസെൻ്റ്ലി ആണ് പിങ്ക് ഡേ സെയിൽ, നൈക്ക പിങ്ക് സെയിൽ കഴിഞ്ഞത്. അപ്പം ഞാൻ കുറച്ച് നാളുകളായിട്ട് കാർട്ടിലൊക്കെ ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ കൂട്ടി വെക്കുമായിരുന്നു. കാശില്ലാത്തതുകൊണ്ട് വാങ്ങത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ കൂട്ടി വെച്ച സാധനങ്ങൾ എന്തായാലും ഓഫർ ഉണ്ട്. അങ്ങനെ കണ്ണും പൊത്തി മൊത്തം വാങ്ങിയില്ല. അതിലൊരു 50% പോട്ടെ, ഒരു 40% ഞാനിപ്പോൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് ഞാൻ ആക്ച്വലി ഇത് പൊട്ടിച്ചിട്ടില്ല. സോറി, ഇതാണ് കേട്ടോ ബോക്സ്. സോ നിങ്ങളുടെ കൂടെ ഇരുന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറേ ഹോൾസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ആൻഡ് ഇതോടൊപ്പം എൻ്റെ ബർത്ത്ഡേ മന്ത് ആയിരുന്നു ജൂലൈ. അപ്പം അതിനെന്തോ പ്രൈവിൻ്റെ ഒരു ഗിഫ്റ്റും ഉണ്ട്. അപ്പം അതും എന്താണെന്ന് നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യാം. എന്താണ് നൈക്ക എനിക്ക് സെൻഡ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ആൻഡ് കുറേ ഈ സാധനങ്ങൾ മേടിക്കുമ്പോൾ ആഡ് ഓൺസ് അല്ല, ലൈക്ക് ഫ്രീബീസ് ഉണ്ട്. അതും നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാനൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കയറി കാണുക. അപ്പോൾ ഞാൻ ആരാണെന്നൊക്കെ ഒരു ഐഡിയ വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇത് മറ്റേ അല്ലിയുടെ ആഭരണപ്പെട്ടി തുറക്കുന്ന പോലെയാണ്. മാങ്ങാമല, മറ്റേ മല, കുറേ സാധനങ്ങളുണ്ട് ഗൈസ്. ഫസ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്ത് പാപ്പോ. സോ ഗൈസ്, സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ബ്ലഷർ ആൻഡ് ഹൈലൈറ്റർ പാലറ്റാണ് ഇത്. ആക്ച്വലി എനിക്ക് സ്വിസ് ബ്യൂട്ടിയുടെ എന്തോ മേടിച്ചപ്പോൾ കിട്ടിയതാണ് കേട്ടോ. കാണിച്ചു തരാം. ഇത് ഫ്രീബിയാണ്. ഇത് ഫ്രീബിയാണ്, ഞാൻ മേടിച്ചിട്ടില്ല. അപ്പോൾ ഇത് ആക്ച്വലി എനിക്ക് ഈ ബ്രോൺസ് വരുന്ന ഈ ഒരു ഹൈലൈറ്ററാണ് ഭയങ്കര ഇഷ്ടമേ. നല്ല പിഗ്മെൻറ്റഡ് ആണ് ആക്ച്വലി. ബ്ലഷിലും ഒരു നല്ല രീതിയിൽ ഷിമ്മർ ഷെയ്ഡ് വരുന്ന ഒരു ബ്ലഷാണ്. ഓ നൈസ്, നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു പാലറ്റാണ്. അപ്പോൾ ഇത് ബേക്ക്ഡ് ബ്ലഷർ ആൻഡ് ഹൈലൈറ്റർ ആണ് സ്വിസ് ബ്യൂട്ടിയുടെ. നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്ട്സിലോട്ട് പോവാം. ഇത് ഞാൻ നൈക്കയുടെ എനിക്കൊരു ന്യൂഡ് ഷെയ്ഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. ഓൾ ഡേ മാറ്റ് ഷെയ്ഡ് ദിയ എന്നാണ്. ഇന്ന് വീഡിയോസ് ലിപ്സ്റ്റിക് കളക്ഷൻസ് കാര്യങ്ങൾ വേറെ ഇടാം. കാരണം ഇപ്പം ഞാൻ ഓൾറെഡി ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് ആ മേക്കപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് മാക്സിമം ഈ ഒരു മേക്കപ്പിൽ ഇരുന്ന് സെറ്റായിട്ട് ഇരുന്നിട്ട് പിന്നെ ഞാൻ എപ്പോഴെങ്കിലും ഇട്ട് നോക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ കയ്യിലിട്ട് കാണിച്ചു തരാം. ഒത്തിരി പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂഡ്, ലൈക്ക് ഡാർക്ക് ആയിട്ടുള്ള ആൾക്കാർ ന്യൂഡ് ഷെയ്ഡ് ഇടുമ്പോഴത്തേക്കും ബ്രൗൺ ലിപ്പ് പെൻസിലും ഉണ്ട്, ജസ്റ്റ് ഒന്ന് ലൈൻ വരച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കുമെന്ന്. അപ്പോൾ ഞാൻ ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് ഗൈസ്. എനിക്കിങ്ങനെ പിള്ളേരൊക്കെ ഇങ്ങനത്തെ കളർ ഇടുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ എൻ്റെ ഈ സ്കിൻ ടോണിന് ഒരു ഭംഗി ഉണ്ടാവില്ല എന്ന് വെച്ചിട്ടാണ്. എനിക്ക് ആക്ച്വലി ഡേ ടു ഡേ ലൈഫിൽ ഈ ഫൗണ്ടേഷൻസും കാര്യങ്ങളും ഇടുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് പാടങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ കറക്റ്റർ വാങ്ങിയിട്ട് ഷൂട്ട്സിനൊക്കെ പോകുമ്പോൾ ജസ്റ്റ് കറക്റ്റർ കൊണ്ട് കറക്റ്റ് ചെയ്തിട്ട് ഹൈലൈറ്ററും അതേപോലെ ബ്ലഷും കൂടെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വാങ്ങിയ ഒരു ഷെയ്ഡാണ് ഈ ടേക്ക് കവർ എന്ന് പറയുന്ന PACയുടെ ഈ ഒരു കൺസീലർ. ഷെയ്ഡ് വരുന്നത് എവിടെ 18 ഹോട്ട് കൊക്കോയാണ്. ആൻഡ് ഇതൊന്ന് നോക്കട്ടെ കേട്ടോ. എനിക്കിതിപ്പോൾ എൻ്റെ ഫേസിലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഇതിനെ കുളവാക്കാൻ ഒരു താല്പര്യമില്ല. അയ്യോ, ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് എൻ്റെ സ്കിൻ ടോണുമായിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ആവുന്നുണ്ട്. എനിക്ക് മേക്കപ്പിനെ പറ്റിയിട്ട് ABCD അറിയില്ല. ഞാൻ എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്തും പോയി മുഖം കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാറാണ് പതിവ്. പക്ഷേ എനിക്ക് ആഗ്രഹമാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ബ്രൗൺ കളറിൽ മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്. ഇതിപ്പോൾ ആക്ച്വലി ഞാൻ ഈ മേക്കപ്പ് ചെയ്തിട്ട് ഇപ്പം ഞാൻ എൻ്റെ ഒരു സെറ്റിംഗ് പൗഡർ ഉണ്ട്, കാരമൽ
കെ ബ്യൂട്ടിയുടെ കാരമൽ, ഒരു ബ്രൗൺ കളറാണ്, ഭയങ്കര രസമാണ്. ഈ ഒരു സ്കിൻ ടോണിനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കുന്ന ഒരു സെറ്റിംഗ് പൗഡർ ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്തപ്പോഴാണ് ഫേസ് നല്ല നല്ല ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ആൻഡ് ഞാനൊരു റീസെൻ്റ് ആയിട്ടൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക്, ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നൊരു ലിപ്സ്റ്റിക്ക് പറഞ്ഞു തരുമെന്ന് വെച്ചിട്ട്. അപ്പോൾ അതാണ് ആക്ച്വലി ഇത് ഇൻസൈറ്റിൻ്റെ ലിപ് കളറാണ്. ആൻഡ് എന്താ പറയുക, ഇത് വാട്ടർ പ്രൂഫാണ്, സ്മഡ്ജ് പ്രൂഫാണ്, ലോങ് വെയർ ആണ്, മാറ്റ് ടെക്സ്ചർ ആണ്. പക്ഷേ നമ്മുടെ സ്കിന്നിനെ ലൈക്ക് നമ്മുടെ ലിപ്സിനെ ഭയങ്കര ഡ്രൈ ആകും. പക്ഷേ ഈ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ ഭയങ്കര ബോൾഡ് ലുക്കാണ്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വലി പ്രൈസ് വന്നിട്ട് ലൈക്ക് 92 റുപ്പീസ് എങ്ങാണ്ടാണ്. അപ്പോൾ ഇത് ഒറ്റയ്ക്ക് വാങ്ങിയാൽ നമുക്ക് നല്ല ഡെലിവറി ചാർജ് വരും. അതുകൊണ്ട് ഞാനിങ്ങനെ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് മേടിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരി, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവൾ എപ്പോഴും പറയും എടി നീ വാങ്ങുമ്പോൾ മാത്രമേ എനിക്ക് വാങ്ങുള്ളൂ. കാരണം ലൈക്ക് 90 രൂപയുടെ ലിപ്സ്റ്റിക്കിന് 60 രൂപ ഡെലിവറി ഫീ. അത് നമുക്ക് ലോജിക്കലി ചിന്തിക്കുമ്പോൾ അത് അക്സെപ്റ്റബിൾ അല്ല. ഞാൻ അങ്ങനെയൊക്കെ നോക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ എല്ലാം കൂടെ മേടിക്കുമ്പോൾ ഇതും കൂടെ മേടിക്കും. അങ്ങനെ അവക്കൂടെ വേണ്ടി മേടിച്ചാണ്. ദിസ് ഈസ് ഫോർ യു നമിത ശശി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത സാധനത്തിലോട്ട് തരാം. അപ്പോൾ ഈ പാക്കേജിങ് നല്ല രസമാണ് അല്ലേ, ഈ കവർ. ഇതും ഇൻസൈറ്റിൻ്റെ ഒരു കൺസീലറാണ്. ആക്ച്വലി ഞാൻ ഇൻസൈറ്റിൻ്റെ ഒരു കൺസീലർ പാലറ്റ് മേടിച്ചായിരുന്നു. ഇത് ഞാനൊന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് NC4 വാം യെല്ലോ ആണ്. ഒന്ന് നോക്കട്ടെ. എനിക്ക് ആ PSCയുടെ ഇത് ഭയങ്കര ലൈറ്റായിപ്പോയി, ബട്ട് ഓക്കെയാണ്. ഇതൊക്കെ വെച്ചൊരു മേക്കപ്പ് ലുക്ക് ഞാൻ ചെയ്യുന്നതായിരിക്കും ഗൈസ്. ആൻഡ് കുറേ നാളായിട്ട് എൻ്റെ വിഷ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു എൻ്റെ ശുഷ്കാന്തി നിനക്ക് ഈ സാധനങ്ങൾ കാണാൻ, നീ ആ വീഡിയോ എടുക്കുന്നേക്കാട്ടിൽ എൻ്റെ കയ്യിൽ എന്താ സാധനം ഇങ്ങനെ ചാർലി ഇല്ല ചിക്കൻ തിന്നുമ്പോൾ നോക്കുന്ന നടക്കാൻ നത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ എൻ്റെ വിഷ് ലിസ്റ്റിലുണ്ടായിരുന്ന വളരെ പ്രൈസ് കുറഞ്ഞൊരു സാധനമാണ് ഈ ഇൻസൈറ്റിൻ്റെ പ്രൊഡക്ട്സ്. ഞാൻ ശരിക്കും ഈ പറയുന്ന പോലെ കുറേ സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ വാങ്ങുള്ളൂ, കാരണം ഭയങ്കര അഫോർഡബിൾ ആണ് അവരുടെ പ്രൊഡക്ട്സ്. അതേ കണക്ക് തന്നെ ഡെലിവറി ഫീസ് വരും. അപ്പം ഇത് വന്നിട്ട് ഇൻസൈറ്റിൻ്റെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ്. ഈ കളർ എനിക്ക് ചേരുമെന്ന് എനിക്ക് അറിയത്തില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാണ്. എനിക്ക് കിട്ടുമോ കേട്ടോ ടിൻറ്റ്. ഇവൾക്ക് ഇത് ട്രൈ ചെയ്യാൻ പോവുകയാണ്, കാരണം എൻ്റെ സ്കിന്നിൽ ഓൾറെഡി തിണ്ട്. വളരെ ലൈറ്റ്ലി പിഗ്മെൻറ്റഡ് ആണ് ഗൈസ്, എനിക്ക് തോന്നുന്നു. നോക്കട്ടെ, ഇങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്കല്ലേ, എന്നെ നോക്ക്. ഓവർ പിഗ്മെൻറ്റഡ് ഇഷ്ടമില്ല, പക്ഷേ ഇത് നല്ല രസമുണ്ട്. ഇവക്ക് നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. അതെ, മൾബറി സ്ക്വാഷ്, ഷെയ്ഡ് നമ്പർ 4 മൾബറി സ്ക്വാഷ്. എന്നാടി കണ്ണ് പരതുന്നത്? ഇതും നെക്സ്റ്റ് ഒരു ടിൻറ്റാണ് ആക്ച്വലി. ഇത് ഞാൻ കുറച്ച് നാളായിട്ട്, ഈ 2 ടിൻസും ഞാൻ കുറച്ച് നാളായിട്ട് എൻ്റെ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിരുന്നതാണ്. എർത്ത് റിതമിൻ്റെ ബ്രാൻഡി എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇതിനും ഏതിനും ദാസപ്പം വരും. ഇത് തരക്കണ്ടേ? ഇത് നല്ലൊരു ചെറി ഷെയ്ഡാണ് ഗൈസ്, ഒന്ന് ഇട്ട് നോക്കട്ടെ. അത് ആദ്യത്തെ ഒരു റെഡിഷ് ആയിരുന്നു, ഇത് ഭയങ്കര ഒരു വൈൻ, ഒരു എന്തുവാണ് നമ്മുടെ ഒരു ഗ്രേപ്പ് വൈൻ കളറ്, നല്ല രസമുണ്ട്. ഇവിടെ ഇടും, നമ്മൾ അടിക്കാൻ പറ്റുന്ന അവസരങ്ങൾ. ഇങ്ങോട്ട് വാ നോക്കട്ടെ. നൈസ്. ആക്ച്വലി ഇത് എനിക്ക് മനസ്സിലായി, ഇത് ഞാൻ സ്ഥിരമായിട്ട് ഫേഷ്യൽസ് ഒക്കെ ചെയ്യാൻ പോകുന്ന ട്രിവാൻഡ്രത്ത് ഒരു ഈസ്തെറ്റിക് ക്ലിനിക്കിലാണ്. അപ്പോൾ അവിടുത്തെ അതിൻ്റെ ഓണർ എനിക്ക് പറഞ്ഞു തന്നൊരു ഫോമുലയാണ്, ലൈക്ക് ഒരു സിറമാണിത്. ഒരു കൊറിയൻ ബ്രാൻഡാണ്. അവരുടെ ഇവിടെ ക്ലിനിക്കിൽ ഫുൾ കൊറിയൻ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. അവർ കൊറിയയിൽ പോയിട്ടാണ് പർച്ചേസിങ് വരെ ചെയ്യുന്നത് അവിടുത്തെ മാം. ആൻഡ് അപ്പോൾ എനിക്ക് പറഞ്ഞു തന്നതും കൊറിയൻ പ്രൊഡക്റ്റാണ്. ഇത് അത്യാവശ്യം റേറ്റ് ഉള്ളൊരു സംഭവമാണ്. റേറ്റ് മീൻസ് എന്നെ പോലൊരു മിഡിൽ ക്ലാസ്സിന് എനിക്കിത് നല്ല റേറ്റായിട്ട് ഫീൽ ചെയ്തു. 30 ml അറൗണ്ട് 1000 സംതിങ് റുപ്പീസാണ്, 1190 റുപ്പീസാണ്. അപ്പോൾ എനിക്കിത് ഓഫർ വന്ന് കിട്ടിയല്ല, അല്ലാണ്ട് ഈ സെയിം റേറ്റ് കൊടുത്ത് മേടിച്ചതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ബ്ലെമിഷ് ക്യാച്ചർ. എൻ്റെ സ്കിൻ ഇഷ്യൂ നോക്കിയിട്ട് പറഞ്ഞു തന്നൊരു സീറോ ആണ്. ഞാൻ അനോമലി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ലിവ് ഇൻ കണ്ടീഷണർ മേടിച്ചായിരുന്നു. അവരുടെ തന്നെ ഷാംപൂ മേടിച്ചായിരുന്നു. ഞാൻ യൂസ് ചെയ്തിരുന്ന മെട്രിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഷാംപൂ ആണ് ആൻഡ് കണ്ടീഷണറാണ്. ഇപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അല്ലെങ്കിൽ ഇവരുടെ നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. പ്രിയങ്ക ചോപ്ര മുഖത്തിനോട് ഓവർ ശ്രദ്ധ വന്നപ്പോഴത്തേക്കും മുടി
പണി തരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ മുടിക്ക് വേണ്ടിയിട്ട് ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ആസിഡ് ടോണിക് സൊല്യൂഷൻ, ഇത് ഫേസിന് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ റിവ്യൂസൊക്കെ കണ്ട് വാങ്ങിയാണ്. ഇതിന് ഓഫറിലും കിട്ടിയത്, ലൈക്ക് എത്രയോ % ഓഫർ ഉണ്ടായിരുന്നു. ഇതാ നോബ് ആൻഡ് ഇതാണ് സാധനം. ഇത് ഭയങ്കര ട്രെൻഡിങ് ആണ്. ഒത്തിരി ഹെയർ പ്രോഡക്ട്സും ഈ കൊളാജനൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ ഉപയോഗിക്കത്തില്ല. മടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ്, പക്ഷേ ഞാൻ നന്നാവും ഗൈസ്. ഒരു കുഴിയിൽ വീണ് പോയെന്ന് പറഞ്ഞ് നമ്മൾ ഓക്കെ. നെക്സ്റ്റ് ആക്ച്വലി ഇത് പ്ലമ്മിൻ്റെ നിയാസിനമൈഡ് ടോണറാണ്. ഇത് ഞാൻ ആർട്ടായിരുന്നു ഒരു പുള്ളിക്കാരിയുടെ വീഡിയോയിൽ കണ്ടിട്ട് മേടിച്ചതാണ്. ഇതും നല്ല റിസൾട്ടുള്ളതാണ്. 2 തവണയൊക്കെ അപ്ലൈ ചെയ്താൽ നല്ല റിസൾട്ടാണെന്ന് കേട്ടു. ഇത് പ്ലം ഗുഡ്നെസ്സിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ് ടോണർ. പോസ് ടൈറ്റൻ ചെയ്യും, പിന്നെ ബ്രൈറ്റൻ സ്കിൻ. എനിക്ക് സ്കിൻ ബ്രൈറ്റനിങ് വേണമെന്നില്ല. അതെ. ആൻഡ് ഗൈസ്, എനിക്ക് വന്നേക്കുന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നൈക്കയുടെ ലവ് സ്ട്രക്ക് സ്റ്റേ വിത്ത് മീ എന്ന് പറഞ്ഞ ഷവർ ജെല്ലാണ്. താങ്ക് യു നൈക്ക. ആൻഡ് ഗൈസ്, ഇതാണ് എൻ്റെ സസ്പെൻസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്. എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ, പക്ഷേ എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉള്ള ഒരു സാധനങ്ങളിലൊന്നാണ് ഈ ഒരു ഐറ്റം. ഇതെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. ഈ സാധനം വാങ്ങിയപ്പോഴാണ് ആദ്യത്തെ ഫ്രീബി കിട്ടിയത്. എൻ്റെന്നും ഉത്കണ്ഠയാണ്. ഫ്രണ്ടിൽ ക്യാമറ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന യുവതിക്ക് ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് മേടിച്ചാണ്. എനിക്ക് ഈ ഒരു സാധനം, ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് എനിക്ക് അത്ര പ്രൈസായിട്ട് തോന്നിയില്ല. ഐ ഷാഡോ പാലറ്റ് ആണ്. അറൗണ്ട് 100 ഷെയ്ഡ്സ് ആണെന്ന് തോന്നുന്നു. മേക്ക് മീ 100. അപ്പോൾ 100 ഷെയ്ഡ്സ് ആണെന്ന് തോന്നുന്നു. എല്ലാ കളറും ഉണ്ട്. ഇനി ഞാൻ പല വർണ്ണത്തിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഐ ഷാഡോ പാലറ്റ് അധികം ഉണ്ടായിരുന്നില്ല, കുറവാണ്, ബട്ട് ഷെയ്ഡ്സ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കണ്ണാടി ഉണ്ടടാ, നല്ല പിഗ്മെൻറ്റഡാ, അടിപൊളി ഐ ഷാഡോ പാലറ്റാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ കാശില്ലായിരുന്നിട്ട് കൂടി വാങ്ങിയത്. ഇത് അറൗണ്ട് 6000 റുപ്പീസാണ് ഇത്രയും സാധനങ്ങൾക്ക് വരുന്നത്. സോ ഗൈസ്, ഇതാണ് നൈക്ക പിങ്ക് ഡേ സെയിലിൽ ഞാൻ മേടിച്ച സാധനങ്ങൾ. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക്സും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടാലോ. ടാറ്റാ ബൈ ബൈ, സീ യു.